മഴ പതുക്കെ പെയ്യുകയായിരുന്നു. തുള്ളികൾ ജനൽക്കുപ്പിയിൽ തട്ടി വഴുതി വീഴുമ്പോൾ അനന്യയുടെ മനസ്സിലും അതേ താളത്തിൽ ചിന്തകൾ വഴുതുകയായിരുന്നു. അവളുടെ മുറിയിൽ മങ്ങിയ വെളിച്ചം മാത്രം. ആ വെളിച്ചത്തിനുള്ളിൽ അവളുടെ മുഖത്ത് ഒരുപാട് പറയാത്ത വികാരങ്ങൾ ഒളിഞ്ഞിരുന്നു. വാതിലിന്റെ പുറത്തുനിന്ന് കാലടികൾ കേട്ടപ്പോൾ അവൾ അറിയാതെ തന്നെ ശ്വാസം പിടിച്ചു. ആ ശബ്ദം അവൾക്ക് പരിചിതമായിരുന്നു. ഹൃദയം അപ്രതീക്ഷിതമായി വേഗം താളം പിടിച്ചു. ആദിത്. അവൻ അകത്തേക്ക് വന്നപ്പോൾ മുറിയിലെ വായുവിന് പോലും മാറ്റം സംഭവിച്ചതുപോലെ അവൾക്ക് തോന്നി. അവന്റെ കണ്ണുകളിൽ ഒരു നിശബ്ദതയുണ്ടായിരുന്നു. അത് അവളെ മാത്രം നോക്കിയിരുന്ന നിശബ്ദത. ഇവിടെയിരുന്ന് മഴ കാണുകയാണോ? അവൻ ചോദിച്ചു. മഴയെ കാണുന്നില്ല, അനന്യ പറഞ്ഞു. മഴ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അവരുടെ ഇടയിൽ ഒരു കൈവിരൽ ദൂരം മാത്രം. അത്രയും അടുത്ത് നിന്നിട്ടും അവരുടെ ഇടയിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത വാക്കുകളുടെ വലിയൊരു ലോകം നിലകൊണ്ടു. അവളുടെ മുടിയിൽ നിന്ന് മഴത്തുള്ളികൾ ഇനിയും ചോരുന്നുണ്ടായിരുന്നു. അവൻ അറിയാതെ തന്നെ കൈനീട്ടി അവളുടെ കവളിലൂടെ ഒഴുകിയ ഒരു തുള്ളി വിരലാൽ തുടച്ചു. ആ സ്പർശനം ചെറുതായിരുന്നു, പക്ഷെ അതിൻ്റെ ചൂട് അവളുടെ ശരീരത്തിലൂടെ പടർന്നുപോയി. നീ മാറിയിട്ടില്ല, അവൻ മൃദുവായി പറഞ്ഞു. മാറാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല, അവൾ മറുപടി നൽകി. അവരുടെ കണ്ണുകൾ തമ്മിൽ കൂട്ടിയപ്പോൾ സമയം ഒരു നിമിഷം നിൽക്കുന്നത് പോലെ തോന്നി. ശ്വാസങ്ങൾ അടുത്തു. ഹൃദയങ്ങളുടെ താളം ഒരേ സംഗീതമായി. അനന്യയുടെ മനസ്സിൽ പഴയ രാത്രികൾ തെളിഞ്ഞു. ഒരുമിച്ച് നടന്ന വഴികൾ, പറയാതെ പോയ ആഗ്രഹങ്ങൾ, തൊടാൻ ധൈര്യമില്ലാതെ കൈകൾ പിൻവലിച്ച നിമിഷങ്ങൾ. നമ്മൾ ഭയന്നിരുന്നതെന്താണ്? അവൾ ചോദിച്ചു. ആദിത് ഒന്ന് പുഞ്ചിരിച്ചു. ഒരുപക്ഷേ ഈ അടുപ്പം നഷ്ടപ്പെടുമോ എന്ന ഭയം. അവൻ അവളുടെ കൈ പതുക്കെ പിടിച്ചു. ആ പിടിയിൽ അധികാരമില്ലായിരുന്നു, പക്ഷെ അവൾക്ക് സുരക്ഷിതത്വം തോന്നി. വിരലുകൾ തമ്മിൽ ചേർന്നപ്പോൾ ശരീരത്തിലൂടെ ഒരു വിറയൽ പാഞ്ഞുപോയി. അവളുടെ ശ്വാസം ചെറുതായി വിറച്ചു. ഇപ്പോൾ? അവൾ ചോദിച്ചു. ഇപ്പോൾ ഭയത്തേക്കാൾ വലുതാണ് ആഗ്രഹം, അവൻ പറഞ്ഞു. അവൻ അവളുടെ നെറ്റിയിൽ തൻ്റെ നെറ്റി ചേർത്തു. അവരുടെ ശ്വാസങ്ങൾ തമ്മിൽ കലർന്നു. അവന്റെ ശ്വാസത്തിന്റെ ചൂട് അവളുടെ അധരങ്ങളെ തൊടുമ്പോൾ അവൾ കണ്ണുകളടച്ചു. ആ നിമിഷം വാക്കുകൾ വേണ്ടാത്തതായിരുന്നു. അവന്റെ കൈ അവളുടെ അരക്കെട്ടിൽ പതിഞ്ഞപ്പോൾ അത് അവൾക്കൊരുപാട് പരിചിതമായ ഒരിടമായി തോന്നി. ഒരിക്കലും ഉണ്ടായിട്ടില്ലെങ്കിലും എപ്പോഴും അവിടെ ഉണ്ടായിരുന്ന പോലെ. നിനക്കറിയാമോ, നിന്റെ നിശബ്ദത എന്നെ എത്രത്തോളം അലട്ടിയിട്ടുണ്ടെന്ന് അവൻ ചോദിച്ചു. അവൾ പുഞ്ചിരിച്ച്. അതുകൊണ്ടാകാം നീ ഇന്നിവിടെ വന്നത്. അവന്റെ വിരലുകൾ അവളുടെ പിറകിലൂടെ പതുക്കെ സഞ്ചരിക്കുമ്പോൾ അവളുടെ ശരീരം അവന്റെ സ്പർശനം തിരിച്ചറിഞ്ഞു. അതൊരു ശൃംഗാര സ്പർശനമായിരുന്നു, അവകാശപ്പെടാത്തത്, പക്ഷെ പൂർണ്ണമായി അനുഭവിപ്പിക്കുന്നതും. മഴ കൂടുതൽ ശക്തമായി പെയ്യാൻ തുടങ്ങി. മുറിക്കുള്ളിൽ ലോകമൊതുങ്ങിപ്പോയി. അവരും അവരുടെ ഇടയിലെ ചൂടും മാത്രം. അവൻ പതുക്കെ അവളുടെ അധരങ്ങൾക്ക് അടുത്ത് ചാഞ്ഞു. ആ നിമിഷം അനന്യയുടെ ഹൃദയം പൊട്ടിത്തെറിക്കുമെന്ന് തോന്നി. അവൾ പിന്നോട്ട് മാറിയില്ല. അവളുടെ മൗനം തന്നെ അവന്റെ അനുവാദമായി. അധരങ്ങൾ സ്പർശിച്ചപ്പോൾ അത് തീപ്പൊരി പോലെ ആയിരുന്നില്ല, പകരം നാളുകളായി കാത്തിരുന്ന ഒരു ശ്വാസം പോലെ, മൃദുവായ ആഴമുള്ള വികാരങ്ങൾ നിറഞ്ഞ ഒരു ചുംബനം. അവൾ അവന്റെ ചുമരിൽ കൈവച്ചു. ആ പിടിയിൽ ഒരപേക്ഷ ഉണ്ടായിരുന്നു. ഇനി പോകരുത്. അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ തല അവന്റെ ഹൃദയമിടിപ്പിനരികിൽ. അവൾക്ക് ആ ശബ്ദം മതിയായിരുന്നു. അതായിരുന്നു അവൾ തേടിയ സുരക്ഷ. നമ്മൾ ഇനി പേരിടുമോ? അവൾ ചോദിച്ചു. വേണ്ട, അവൻ പറഞ്ഞു. ചില ബന്ധങ്ങൾ പേരില്ലാതെയാണ് പൂർണ്ണമാകുന്നത്. അവൾ അവന്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു. മഴയുടെ ശബ്ദം അവരുടെ ശ്വാസങ്ങളായി കലർന്നു. ലോകം പുറത്തായിരുന്നു, അവരുടെ പ്രണയം അകത്ത്. അന്ന് രാത്രി അവർ ഒന്നും വാഗ്ദാനം ചെയ്തില്ല, പക്ഷെ അവർ ഒരുമിച്ച് നിൽക്കുന്ന ആ നിമിഷം 1000 വാക്കുകൾക്ക് സമമായിരുന്നു. ചില പ്രണയങ്ങൾ ശരീരത്തിൽ തീ പടരുന്നതാണ്, ചിലത് ആത്മാവിൽ. അവരുടേത് മഴ പോലെ മൃദുവായി, ആഴത്തിൽ, മുഴുവൻ ജീവിതത്തെയും നനയ്ക്കുന്നതായിരുന്നു. മഴ അവളുടെ ചർമ്മത്തെ തൊടുമ്പോൾ തന്നെ അനന്യയ്ക്ക് ഒരു വിറയൽ തോന്നി. തണുപ്പിന്റെ വിറയലല്ലാതെ, ഓർമ്മകളുടെ, പ്രതീക്ഷകളുടെ, നാളുകളായി അടക്കിവെച്ച ആഗ്രഹങ്ങളുടെ വിറയലായിരുന്നു. ജനലിന് മുന്നിൽ നിന്നുകൊണ്ട് അവൾ പുറത്തേക്ക് നോക്കി. മഴയിൽ കുതിർന്ന ലോകം പോലെ തന്നെയായിരുന്നു അവളുടെ മനസ്സും. ഒളിപ്പിച്ചു വെച്ച വികാരങ്ങൾ ഒന്നൊന്നായി പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നത് പോലെ. വാതിൽ പതുക്കെ തുറക്കുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കിയില്ല. ആ ശബ്ദം അവൾക്കറിയാമായിരുന്നു. ആ ശ്വാസത്തിന്റെ താളം പോലും അവൾക്ക് പരിചിതമായിരുന്നു. ആദിത് അകത്തേക്ക് കടന്നു വന്നപ്പോൾ മുറിയിലെ വായു ചൂടായി. അവനൊന്നും പറഞ്ഞില്ല,
പറയേണ്ടതില്ല എന്ന ഉറച്ച വിശ്വാസം അവൻ്റെ കണ്ണുകളിലുണ്ടായിരുന്നു. അവൻ അടുത്തേക്ക് വന്നപ്പോൾ അവരുടെ ഇടയിൽ നിലകൊണ്ട ദൂരം നിശബ്ദമായി ചുരുങ്ങി. മഴ നിനക്കിഷ്ടമാണല്ലോ, അവൻ പറഞ്ഞു. മഴ എന്നെ സത്യമാക്കും, അനന്യ മറുപടി നൽകി. ഒളിപ്പിക്കാനൊന്നും ബാക്കി വയ്ക്കില്ല. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് സഞ്ചരിച്ചു. നെറ്റിയിൽ നിന്നും കവിളിലേക്കും അവിടെ നിന്ന് അധരങ്ങളിലേക്കും. ആ നോട്ടത്തിൽ അവൾക്ക് താൻ നഗ്നയായതായി തോന്നി. വസ്ത്രങ്ങളില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ഒളിപ്പിച്ചു വെച്ച വികാരങ്ങളൊന്നും ബാക്കിയില്ലാത്തതുകൊണ്ട്. അവൻ കൈനീട്ടി അവളുടെ മുടിയിൽ തങ്ങി നിൽക്കുന്ന മഴത്തുള്ളികൾ പതുക്കെ തുടച്ചു. അവൻ്റെ വിരലുകൾ അവളുടെ കഴുത്തിനരികിലൂടെ സഞ്ചരിച്ചപ്പോൾ അവൾ ശ്വാസമൊന്നു പിഴച്ചു. ആ സ്പർശനം ചെറുതായിരുന്നു, പക്ഷേ അതിൻ്റെ ചൂട് അവളുടെ ശരീരമാകെ പടർന്നു. നീ ഇങ്ങനെ നിൽക്കുമ്പോൾ, അവൻ പറഞ്ഞു നിർത്തി. എങ്ങനെ? അവൾ വിറച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് നിന്നെ തൊടാതെ നിൽക്കാൻ പറ്റാത്ത പോലെ. അവൻ അവളുടെ അടുത്തേക്ക് ഒരു പടി കൂടി വന്നു. അവളുടെ നെഞ്ചും അവൻ്റെ നെഞ്ചും തമ്മിൽ ഒരു നിമിഷം പോലും ദൂരമില്ലാതെ അവൾക്കവൻ്റെ ഹൃദയമിടിപ്പ് കേൾക്കാമായിരുന്നു. അത് അവളുടെ ഹൃദയത്തിൻ്റെ താളവുമായി ചേർന്ന് ഒരേ സംഗീതമായി. അനന്യയുടെ കൈകൾ അവൻ്റെ നെഞ്ചിൽ തട്ടി. അത് തള്ളാനായിരുന്നില്ല, പിടിച്ചു നിർത്താനായിരുന്നു. അവൻ്റെ ശരീരത്തിൻ്റെ ചൂട് അവളുടെ കൈകളിലൂടെ ഉള്ളിലേക്കൊഴുകി. നമ്മൾ ഇത്ര അടുത്ത് നിൽക്കുന്നത് ശരിയാണോ? അവൾ ചോദിച്ചു. അവൻ ചിരിച്ചു. നമ്മൾ ഇത്ര ദൂരത്തായിരുന്നതാണ് തെറ്റ്. അവൻ്റെ കൈ അവളുടെ അരക്കെട്ടിൽ പതിഞ്ഞപ്പോൾ അവൾ ഒരു നിമിഷം കണ്ണുകളടച്ചു. ആ സ്പർശനത്തിൽ അവകാശവാദമില്ലായിരുന്നു, പക്ഷേ പൂർണ്ണമായ ഉടമസ്ഥതയുടെ ഉറപ്പുണ്ടായിരുന്നു. അവൾ അവൻ്റെ ചുമരിലേക്ക് മുഖം ചേർത്തപ്പോൾ അവൻ്റെ ശ്വാസത്തിൻ്റെ ചൂട് അവളുടെ ചെവിക്കരികിൽ വീണു. നിനക്കറിയാമോ, അവൻ മൃദുവായി പറഞ്ഞു, നിന്റെ ഈ നിശബ്ദത എന്നെ എത്ര തവണ ഉറക്കമില്ലാതെ വെച്ചിട്ടുണ്ടെന്ന്. അവൾ ചിരിച്ചു. പക്ഷെ ആ ചിരിക്ക് പിന്നിൽ ഒരു വിങ്ങലുണ്ടായിരുന്നു. പറഞ്ഞാൽ എല്ലാം മാറുമെന്ന് കരുതി ഞാൻ മൗനം തിരഞ്ഞെടുത്തു. മാറിയില്ല, അവൻ പറഞ്ഞു. ഇത് കൂടുതൽ ആഴപ്പെട്ടു. അവൻ്റെ വിരലുകൾ അവളുടെ പുറത്ത് പതുക്കെ വരകൾ വരച്ചപ്പോൾ അവളുടെ ശരീരം അവൻ്റെ സ്പർശനത്തോട് പ്രതികരിച്ചു. അതൊരു ക്ഷണം പോലെയായിരുന്നു. നേരിട്ടുള്ള ക്ഷണമല്ല, പക്ഷേ പിൻവലിക്കാനാകാത്തൊരു ആകർഷണം. അവൻ പതുക്കെ അവളുടെ മുഖമുയർത്തി. അവരുടെ കണ്ണുകൾ വീണ്ടും കൂട്ടിയപ്പോൾ അവൾക്ക് തോന്നി, ഈ നിമിഷം ഒഴിവാക്കാൻ കഴിയില്ലെന്ന്. അവൻ ചാഞ്ഞു. അധരങ്ങൾ തമ്മിലെടുത്തു. ഒരു ശ്വാസത്തിൻ്റെ ദൂരം മാത്രം. അവൾ പിന്നോട്ട് മാറിയില്ല. അധരങ്ങൾ സ്പർശിച്ചപ്പോൾ അതൊരു തീപിടുത്തമായിരുന്നില്ല, മറിച്ച് നാളുകളായി കാത്തിരുന്ന ഒരു സ്പർശനം. മൃദുവായി, പക്ഷെ ആഴത്തിൽ. അവളുടെ അധരങ്ങൾ അവൻ്റെ ചുംബനത്തെ തിരിച്ചറിഞ്ഞു, സ്വീകരിച്ചു. ആ ചുംബനത്തിൽ വേഗമില്ലായിരുന്നു, സമയം തന്നെ അവർക്കായി നിൽക്കുന്നത് പോലെ. അവളവൻ്റെ മുടിയിൽ വിരലുകൾ ഓടിച്ചു. അവൻ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു. അവരുടെ ശരീരങ്ങൾ തമ്മിൽ ചേർന്നപ്പോൾ അവൾക്ക് തോന്നി, ഇത് ശരീരങ്ങളുടെ അടുപ്പം മാത്രമല്ല, ആത്മാക്കളുടെയും. മഴയുടെ ശബ്ദം ശക്തമായി. പുറം ലോകം അകന്നുപോയി. മുറിക്കുള്ളിൽ അവർ മാത്രം. അവൻ അവളുടെ നെറ്റിയിൽ, കവിളിൽ, കഴുത്തിനരികിൽ മൃദുവായി ചുംബിച്ചു. ഓരോ സ്പർശനവും അവളുടെ ഉള്ളിലെ ശൃംഗാരത്തെ ഉണർത്തി. അവൾ ശ്വാസം വേഗത്തിലാക്കി. അവളുടെ കൈകൾ അവൻ്റെ പുറത്ത് കൂടുതൽ ഉറപ്പോടെ ചേർന്നു. ഇനി പോയാൽ? അവൾ ചോദിച്ചു. പോകില്ല, അവൻ പറഞ്ഞു. ഇത് വിട്ടു പോകാൻ പറ്റില്ല. അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു. അവൾ അവിടെ മുഖം ഒളിപ്പിച്ചു. അവൻ്റെ ഹൃദയമിടിപ്പ് അവളുടെ ചെവിയിൽ സംഗീതമായി. ആ നിമിഷം അവൾക്കൊന്നും വേണമായിരുന്നില്ല. വാക്കുകളില്ല, വാഗ്ദാനങ്ങളില്ല, ഈ അടുപ്പം മാത്രം. അന്ന് രാത്രി അവർ ശരീരത്താൽ മാത്രമല്ല, മനസ്സാൽ കൂടി എടുത്തു. പറയാത്ത വാക്കുകൾ സ്പർശനങ്ങളായി, ഒളിപ്പിച്ച ആഗ്രഹങ്ങൾ ശ്വാസങ്ങളായി. ചില പ്രണയങ്ങൾ ശബ്ദമുള്ളതായിരിക്കും, ചിലത് രഹസ്യമായിരിക്കും. അവരുടേത് മഴ പോലെ നിശബ്ദമായി, ചൂടോടെ, ആത്മാവോളം നനയ്ക്കുന്ന ശൃംഗാരമായിരുന്നു. അവളവൻ്റെ നെഞ്ചിൽ തലചായ്ച്ചു കിടക്കുമ്പോൾ അനന്യയ്ക്ക് ലോകം അത്ര വലുതല്ല എന്ന് തോന്നി. അവൻ്റെ ഹൃദയമിടിപ്പ് അവളുടെ കവിളിൽ തട്ടിയപ്പോൾ ഓരോ താളവും അവളുടെ ഉള്ളിലെ ഒരാഗ്രഹത്തെ വിളിച്ചുണർത്തി. അവൾ കണ്ണുകൾ അടച്ചു. ഈ നിമിഷം അവസാനിക്കരുതെന്ന് മനസ്സ് പ്രാർത്ഥിച്ചു. ആദിത് അവളുടെ മുടിയിൽ വിരലുകൾ പതുക്കെ ഓടിച്ചു. ആ സ്പർശം അവൾക്ക് പരിചിതമായൊരു സുഖം നൽകി. ഒരിക്കലും അനുഭവിച്ചിട്ടില്ലെങ്കിലും എപ്പോഴും കാത്തിരിക്കുന്നത് പോലെ അവൻ്റെ വിരലുകൾ അവളുടെ കഴുത്തിനരികിൽ തങ്ങി നിന്നപ്പോൾ അവളുടെ ശ്വാസം അല്പം വേഗമായി. നിന്റെ ശ്വാസം പോലും മാറിയിരിക്കുന്നു, അവൻ മൃദുവായി പറഞ്ഞു. നിന്റെ അടുത്ത് നിൽക്കുമ്പോൾ, അവൾ പറഞ്ഞു, എല്ലാം മാറും. അവൻ അവളുടെ മുഖം ഉയർത്തി. കണ്ണുകൾ പൂട്ടിയപ്പോൾ അവൾക്ക് തോന്നി, ഇത് നോക്കുക മാത്രമല്ല, സ്പർശിക്കുന്നത് പോലെയാണ്.
അവന്റെ നോട്ടം അവളുടെ അധരങ്ങളിൽ തങ്ങി. ഒരു നിമിഷം അവൻ കാത്തുനിന്നു. അവളുടെ അനുവാദം തേടുന്നത് പോലെ. അനന്യ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവൾ അവന്റെ അടുത്തേക്ക് അല്പം കൂടി ചാഞ്ഞു. അത് മതി. അവന്റെ അധരങ്ങൾ വീണ്ടും അവളുടെ അധരങ്ങളെ തേടി. ആ ചുംബനം മുമ്പത്തേതിനേക്കാൾ കൂടുതൽ ആഴമുള്ളതായിരുന്നു. പെട്ടെന്നല്ല, പക്ഷേ ഉറച്ചതും അവളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതും. അവളുടെ കൈകൾ അവന്റെ പുറത്തു ചേർന്നു. അവൾ അവനെ വിട്ടയക്കാൻ തയ്യാറായിരുന്നില്ല. അവന്റെ ചുംബനം അവളുടെ കവിളിലൂടെ കഴുത്തിലേക്ക് വഴുതിയപ്പോൾ അവൾ ഒന്ന് വിറച്ചു. അവളുടെ കഴുത്ത് അവന്റെ ചൂട് സ്വീകരിച്ചു. അവളുടെ ചർമ്മം അവന്റെ ശ്വാസത്തിന് പ്രതികരിച്ചു. ആ ഓരോ സ്പർശവും അവളുടെ ഉള്ളിലെ ശൃംഗാരത്തെ വീണ്ടും ഉണർത്തി. ഇങ്ങനെ അടുത്തു നിന്നാൽ, അവൾ മൃദുവായി പറഞ്ഞു, വീണ്ടും ഞാൻ എന്നെ തന്നെ മറക്കും. അതാണെനിക്ക് വേണ്ടത്, അവൻ പറഞ്ഞു. നിനക്ക് നീയായിരിക്കാൻ കഴിയുന്ന ഒരു നിമിഷം. അവനവളെ വീണ്ടും ചേർത്ത് പിടിച്ചു. അവരുടെ ശരീരങ്ങൾ തമ്മിൽ ഒത്തുചേർന്നപ്പോൾ അവൾക്ക് അവന്റെ ചൂട് മുഴുവൻ അനുഭവപ്പെട്ടു. അതൊരു അവകാശവാദം പോലെ തോന്നിയില്ല, പകരം ഒരു സുരക്ഷിതത്വം പോലെ. മഴ ജനലിനു പുറത്ത് ശക്തമായി പെയ്തു. ഇടയ്ക്കിടെ മിന്നലിന്റെ വെളിച്ചം മുറിയിലേക്ക് വീണു. ആ വെളിച്ചത്തിൽ അവളുടെ കണ്ണുകൾ തിളങ്ങി. അവനവളെ അങ്ങനെ തന്നെ നോക്കി നിന്നു. അവൾ അവന്റെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് വന്ന ഒരു മഴ പോലെ. അവളുടെ കൈ അവന്റെ കൈ കണ്ടെത്തി. വിരലുകൾ തമ്മിൽ പിണഞ്ഞപ്പോൾ അവൾക്ക് തോന്നി, ഇത് ഒരു വാഗ്ദാനം പോലെയാണ്. പറയാതെ ചെയ്ത ഒരു വാഗ്ദാനം. നാളെ? അവൾ ചോദിച്ചു. നാളെക്കുറിച്ച് ചിന്തിക്കണ്ട, അവൻ പറഞ്ഞു. ഇന്ന് മതിയല്ലേ? അവൾ പുഞ്ചിരിച്ചു. അവന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് നിന്നുകൊണ്ട് അവൾ ആ നിമിഷത്തെ മുഴുവൻ ഉൾക്കൊണ്ടു. വാക്കുകളില്ലാതെ, വാഗ്ദാനങ്ങളില്ലാതെ, ശരീരവും മനസ്സും ഒരേ താളത്തിൽ. ചില നിമിഷങ്ങൾ അങ്ങനെയാണ്. അവയെ പേരിടാൻ പറ്റില്ല. പക്ഷെ അവ ജീവിതം മുഴുവൻ ചർമ്മത്തിനിടയിൽ ചൂടായി ഓർമ്മയായി നിൽക്കും. മഴ പതുക്കെ ശമിച്ചു. പക്ഷേ അവർക്കിടയിലെ ചൂട് ഇനിയും ശേഷിച്ചു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.